കർത്താവിൽ വാത്സല്യമുള്ളവരെ, സന്ധ്യയെങ്കിൽ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മിൽ നിന്ന് കടന്നുപോയതായ ബഹുമാനപ്പെട്ട എം ജോണച്ചന്റെ ധന്യ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം കരയറ്റുകയും സംസ്കാര ശുശ്രൂഷ നിർവഹിച്ച് വേർപാടിൽ ദുഃഖിക്കുന്ന ഏവർക്കും ആശ്വാസവും സമാധാനവും ദൈവം തമ്പുരാൻ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭമാണ്. പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 285 ഗീതം ഈ സമയത്തെ പാടും. ഗാനത്തോടുകൂടെ നമ്മുടെ നമസ്കാര ശുശ്രൂഷയുടെ 1-ാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുക.
ഞങ്ങളോട് ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സന്യസ്തനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരങ്ങൾ തരണമേ. കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. രാജ്യശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രന്റെ വിലയേറിയ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന നിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയന്മാരായി നിന്റെ വിശുദ്ധ റൂഹായാൽ അഭിഷേകം ചെയ്യപ്പെടുകയും നിന്റെ ദിവ്യ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകരായി നിയമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നിങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഇവിടെയുള്ള തന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് സ്വർഗീയ യെരൂശലേമിൽ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനായി നിന്റെ അടുക്കലേക്ക് നീ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്ന നിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ മഹാജ്ഞാനത്തിലും കൃപയിലുമുള്ള വിശ്വാസത്തോടും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ ഉയർത്തുന്നേൽപ്പ് മൂലം നിത്യമായി ഉയർത്തുന്നേൽപ്പിൽ കുറിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയോടും കൂടെ പ്രിയദാസനെ ഞങ്ങൾ യാത്ര പറയുകയും ധന്യവും മഹത്വകരമായ പ്രത്യാശയ്ക്കായി നിനക്ക് ഞങ്ങൾ സ്തോത്രയും ചെയ്യുകയും ചെയ്യുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ ഭൂമിയിൽ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പിടിയിലേക്ക് മടക്കിത്തീരുവാനാക്കുന്നു. മനുഷ്യന്മാരെ തിരിയൊരുവനെന്നും അനുവദിച്ചിരുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. രാവിലെ മുളച്ചിരുന്ന പുല്ല് പോലെയാകുന്നു. രാവിലെ വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്ലാസത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ
അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയും നിന്നെ ഭയപ്പെടാൻ തക്കവണ്ണം നിന്റെ കോപത്തെയും ഗ്രഹിക്കുന്നവൻ ഞങ്ങൾ ഞാനോട് തക്കവണ്ണം ഞങ്ങൾ ശിക്ഷിക്കണമേ. പിന്നും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന പ്രതിവാക്യമായി പറയാം. മന്മയരായ മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും അവരെ തന്റെ രഹസ്യങ്ങളെ ശുശ്രൂഷയ്ക്കായി നിയമിക്കുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധ സഭയെ ദുഷ്ടങ്കിൽ നിന്ന് നിന്നെ രക്ഷിച്ച യേശുമിശിഹായുടെ സന്നിധിയിൽ നിനക്ക് സ്തുതി പാടുക. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തമ്പുരാനെ, നിന്റെ ആചാര്യന്മാരെ നിന്നോടുകൂടെ മണിയറയിൽ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, സകല രഹസ്യങ്ങളും വെളിപ്പെടുന്ന സമയത്ത് നിന്നടിയാരെ നിന്റെ കരുണയുടെ ചെറുകിൻ കീഴിൽ മറച്ചു കൊള്ളണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ വരവിന്റെ ദിവസത്തിൽ നിന്റെ ന്യായാസനത്തിന്മേൽ നീ ഇരിക്കുമ്പോൾ നീ ഭയങ്കരനാകുന്നു. തന്റെ സ്ലീപായാൽ തന്റെ തിരുസഭയെ രക്ഷിച്ച പുത്ര, നിന്നെ ഏറ്റുപറഞ്ഞിട്ടുള്ള അതിന്റെ സന്താനങ്ങൾക്ക് നീ പാപപരിഹാരം നൽകണമേ. രാജാവേ, നിന്റെ കരുണയുടെ വാതിലിൽ സദാ ഞങ്ങൾ മുട്ടിപ്പിടിക്കുന്നു. ഐശ്വര്യസമ്പൂർണമായ നിന്റെ ഭണ്ഡാരത്തിൽ നിന്നും കരുണയും ദയയും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, നിന്നിൽ ശരണം പ്രാപിച്ച് നിന്നെ ഏറ്റുപറഞ്ഞിട്ടുള്ള ഞങ്ങൾ ലജ്ജിക്കുന്ന ഇടയാകരുതേ. എന്തെന്നാൽ ഞങ്ങളുടെ അഭയസ്ഥാനവും ബലമേറിയ പ്രത്യാശയും നീയാകുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ വന്ദിച്ച് മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെ ഞാൻ എന്റെ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ നേരെ പ്രശംസിക്കരുതേ. നിന്നിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. അന്യായക്കാർ അവരുടെ മായയിൽ ലജ്ജിക്കും. കർത്താവേ, നിന്റെ വഴികൾ എന്നെ കാണിക്കണമേ. നിന്റെ ഊടുവഴികൾ എനിക്ക് അറിയിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തുകയും എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. ബാറക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും വാങ്ങി പോകാത്തതല്ല മഹിമയും നിരന്തരം നേരമല്ലായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ബഹുമാനത്തിന് ശുശ്രൂഷയ്ക്കായി ആചാര്യന്മാരെ തിരഞ്ഞെടുത്ത പ്രധാനാചാര്യനും ദൈവിക മർമ്മങ്ങളുടെ ശുശ്രൂഷയ്ക്കായി ഭൂവാസികളെ നിയമിക്കുവാനായിട്ട് തിരുവിഷ്ടം തോന്നി അസ്വർഗീയ സൈന്യങ്ങളുടെ നാഥനും മൺമേന്മാരിൽ നിന്നും ഹീനന്മാരിൽ നിന്നും തന്റെ തിരുസഭയ്ക്ക് ശുശ്രൂഷക്കാരെ നിയമിച്ച മഹാപുരോഹിതനും മാലാഖമാർ തന്നെ ആരാഞ്ഞു നോക്കുവാൻ കാക്ഷിക്കുകയും തന്റെ എതിർക്കൈകൾ മനഞ്ഞ മൊഴിയാൽ ശുശ്രൂഷിക്കപ്പെടുവാൻ തിരുമനസ്സാകുകയും ചെയ്ത സ്വർഗീയ മർമ്മവും ആയ മശികാതന്നെ ശുശ്രൂഷക്കാരനായ ദാസശുശ്രൂഷത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ശരീരികളും അശരീരികളുമായ സകല സംഘങ്ങളുടെയും നാഥനും തന്റെ അദൃശ്യാവസ്ഥയിൽ അജ്ഞാതനും തന്റെ കൃപയിൽ അത്യുന്നതനുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, മേലുള്ള സംഘങ്ങളിൽ നിന്നും അഗ്നിമയന്മാരും ആത്മയന്മാരും മാലാഖമാരുടെ ക്രമങ്ങളിൽ നിന്നും മറവായിരിക്കുന്ന ദൈവികവും ജീവപ്രദവുമായ നിന്റെ മർമ്മങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ജഡവികാരങ്ങൾക്ക് വിധേയരായിരിക്കുന്ന മൺമേരും ഹീനരുമായ ഞങ്ങളെ നീ തിരഞ്ഞെടുത്തു. വിശുദ്ധ മാലാഖമാർ അവരുടെ കൈകളിൽ നിന്നെ വഹിച്ചുകൊണ്ട് നിന്നെ ശുശ്രൂഷിപ്പാനായിട്ട് സന്തോഷത്തോടെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ നിന്റെ മഹത്വം ശുശ്രൂഷയ്ക്കായ ബലഹീനനായ ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചു. എന്നാൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ശ്രേഷ്ഠമായ പദവിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തലവന്റെ ലംഘനത്താലും അനുസരണക്കാരനാലും ഞങ്ങൾ വീണു പോവുകയും കാഠിന്യമുള്ള മരണത്തിന്റെ കയ്പുള്ള കാസായ ഞങ്ങൾ കുടിക്കുകയും കബറിനുള്ളിൽ ദ്രവത്വ ഞങ്ങൾ അധീനരാകുകയും മരണത്തിന്റെ കഠിനമുഖത്തിൽ കീഴിൽ ഞങ്ങൾ കൂട്ടപ്പെടുകയും ചെയ്തു.
ഇപ്പോൾ കർത്താവെ, ഞങ്ങളുടെ സഹോദരനും നിന്റെ ശുശ്രൂഷക്കാരനുമായ ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് സങ്കടഹൃദയത്തോടും ദുഃഖശബ്ദത്തോടും ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമെന്ന് നിന്റെ കൃപയോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാക്കുകയും എല്ലാവരുടെയും പ്രവർത്തികൾ പരിശോധിക്കപ്പെടുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും വിശുദ്ധന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകപുത്രന്റെ ക്രൂശുവരണത്തിൽ ആശ്രയിച്ചവരും നിന്റെ തിരുനാമത്തിൽ ദൈവികമായ കൂദാശകൾ അനുഷ്ഠിക്കുകയും വിശുദ്ധ റൂഹായുടെ നൽവരത്തിൽ പലരെയും ഐശ്വര്യപ്പെടുത്തുകയും നിന്റെ ദിവ്യജ്ഞാനത്തിൽ നിന്നുള്ള അറിവിനാൽ അനേകരെ പ്രകാശിപ്പിക്കുകയും രക്ഷയുടെയും പാപമോചനത്തിന്റെയും വഴിയെ നിന്റെ ജനത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളവരും നിന്റെ കർത്തൃത്വത്തിന്റെ ശുശ്രൂഷക്കാരനുമായ ഈ നിന്റെ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിനക്ക് പ്രകാശത്തിൽ ഇവൻ സന്തോഷിക്കുകയും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകന്മാരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും അവിടെ പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയോടെ ഇതിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ പ്രത്യാശയ്ക്കായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കാരുണ്യവാനും ദയാലുമായ ദൈവമേ, ഈ നിന്റെ ദാസന്റെ മരണം മൂലം ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്ന രാജ്യങ്ങളെയും നിന്റെ ദാസന്റെ ഇടവകാംഗങ്ങളെയും പ്രത്യേകമായി ഈ നിന്റെ ദാസന്റെ കുടുംബത്തിലെല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അവരുടെ കണ്ണുനീരിനെയും ഹൃദയവേദനയെയും നീക്കിക്കളയുകയും ചെയ്യണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് അവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് അവർ ഹൃദയങ്ങളെ താങ്ങണമേ. ആശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിച്ച് നിരാശപ്പെട്ടുപോകാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് അവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ആയുസ്സിനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിനെ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നതിനുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് നൽകണമേ. പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ ബുദ്ധിയുള്ള ഗൃഹവിചാരന്മാരോടുകൂടെ ഞങ്ങളും എണ്ണപ്പെടുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾ കരയേറ്റുന്നു. സോദരനഗറോനെ മോശഗിരിയിൽ ആനയിച്ചു ആചാര്യങ്ങളെല്ലാം താൻ കുരിച്ചവയേകി ഏലിയാസ് എന്നാചാര്യനായി അഹരോനെ പോൽ ശുശ്രൂഷയ്ക്കായി രക്ഷകനെ നിൻ വരവോളം സഭയെ സംരക്ഷിക്കാം. തെറ്റിയ മാർഗം പോകാതെ ഞങ്ങളെ രക്ഷിക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും ഇമ്പമുള്ള പരിമളമായി കൈക്കൊള്ളണമേ. നിന്റെ ആരാധകരായി ഞങ്ങൾ മഹത്വമുള്ള നിന്റെ വാസസ്ഥലങ്ങളിൽ വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ച് സകല പിഴകളെയും ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. നിന്റെ അടിയാരായി ഞങ്ങളെ നിന്റെ മണയറയ്ക്കും നിന്റെ പരിശുദ്ധന്മാരുടെ പന്തിക്കും യോഗ്യരാകണമേ. സഹോദരന്മാരെ, ഇന്ന് നാം എവിടെയായിരിക്കുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുന്നു എന്നും ഓർത്തുകൊള്ളിൻ. ഇന്ന് വീടുകളിൽ സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴികളിൽ മൗര്യമുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരന്മാരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ്
ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം കുറിച്ചു. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവനടുത്തല്ലോ ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കോത്തമോ നീതിയായി ഫലമേകും മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ സുതരെ നീ വിശ്വസിച്ചവരാ അടിയാരേ ഉയർത്തിക്കാം. ദൈവത്തിന്റെ പുത്രാഴ്വില്ലാതെ രാജ്യത്തിൽ നീതിമാന്മാരുടെ ഇടയിൽ നിന്റെ അടിയാര ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. തന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ പാത്രങ്ങളാക്കി തീർക്കുകയും അശുദ്ധമായ വാകളിൽ തന്റെ സ്തോത്രം നിക്ഷേപിക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എല്ലാ രാത്രികളും സദാസമയവും തിരുനാമത്തിന് സ്തുതി പാടുവാനായി ആത്മീയരോടുകൂടെ മൺമേരെ കൂട്ടിച്ചേർത്ത കർത്താവിന്റെ കരുണയ്ക്ക് സ്തുതി. കർത്താവേ, നീ ഞങ്ങൾക്ക് തേജസ്സിന്റെ കിരീടവും ഞങ്ങളുടെ ആത്മാക്കളിൽ ജീവനിക്ഷേപവുമായിരിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതുപോലെ കർത്താവേ, അഗ്നി നരകത്തിൽ അകപ്പെടാതെ ഞങ്ങളെ രക്ഷിച്ച നിന്നിൽ അഭയം പ്രാപിക്കുന്ന സഭയുടെ സന്താനങ്ങളെ നിന്റെ കരുണയാൽ ആയുധം ധരിപ്പിച്ച് കാത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളോട് ഉത്തമല്ല ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് ഉത്തമല്ല ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. അക്ഷയരാജ്യേ ദേവകുമാര നിന്നടിയാരാ ഞങ്ങൾക്കും നീ വിശ്രമമരുൾക. സ്തോത്രം പാടാൻ ഞങ്ങളെയാക്കി ഞങ്ങളുടെ നാവിൽ താൻ സ്തുതിഗീതം നിക്ഷേപിച്ച രാവും പകലും സ്തുതി പാടാം നവസഹിതം മന്മയരെയും കരുണ സ്തുത്യ ജീവനിക്ഷേപം
ഞങ്ങളെ നാഥ താമസിൽ നീന്നു വീണതുപോലെ കടലിൽ വീഴാതെ നീ രക്ഷിക്കണമേ തിരുസഭതന്റെ മക്കൾക്കെല്ലാം കരുണാകലജം നൽകി കാത്ത് പാലിക്കണമേ നാഥാദിന്നിൽ നിസ്സഭയഭയം പ്രാപിച്ചല്ലോ മേവിടുന്നു ഉത്തരമരുൾക ആരുൾക ദേവാ അനുഗ്രഹിക്കാം വാക്യർച്ചിത്തം ആരുതാവേ നീ വരുത്തിടേണമേ പ്രിയരായിസോൻ 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 കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പാഠങ്ങൾ വായിക്കുന്നത്. ഒന്നാം പാഠഭാഗം സംഖ്യാപുസ്തകം 20-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 22 മുതൽ 29 വരെ. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിലെത്തി. ഏദോം ദേശത്തിന്റെ അതിരിങ്കലുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തത്: അഹരോൻ തന്റെ ജനത്തോട് ചേരും. കലഹജലത്തിങ്കൽ നിങ്ങൾ എന്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കുകയില്ല. അഹരോനെയും അവന്റെ മകനായ എലയാസറിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുചെന്നു. അഹരോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കണം. അഹരോൻ അവിടെ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേരും. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവ്വസഭയും കാണെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശ അഹരോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരിച്ചു.
മോശയും എലയാസരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹ്റോൻ മരിച്ചുപോയി എന്ന സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും അഹ്റോനെ കുറിച്ച് 30 ദിവസം വിലപിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പാഠഭാഗം അവസാനം. രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 15-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തനും താന്താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുക്കുന്നവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആക്കേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ. സ്തുതിയാവുന്ന ബലിയുടെ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ മണ്ഡപങ്ങൾ പ്രവേശിച്ച് തന്റെ വിശുദ്ധ പീഠത്തിന് മുമ്പാകെ കർത്താവിനെ വന്ദിപ്പീൻ. ഹല്ലേലൂയ. കോർലോസ് തിരുമേനി, സ്നേഹമുള്ള ദൈവമക്കളെ, ദുഃഖം നിറഞ്ഞതായ സാഹചര്യത്തിൽ പ്രത്യാശ നൽകുന്നതായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് ജീവിതത്തെ ധന്യമാക്കുവാൻ നമുക്ക് ഇടയായിത്തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ വിവിധ രീതിയിൽ വേദന അനുഭവിക്കുന്നതായ ജനത, വിഷമകരമായ അനുഭവത്തിൽ കടന്നു പോകുന്നതായ മനുഷ്യർ, വേർപാടെങ്കിൽ ദുഃഖിക്കുന്നതായ പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും അവരോട് ചേർന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ മുടക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണല്ലോ. നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഭദ്രാസനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാസങ്ങളിലായി 15 പേർ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു. 5 പേർ കോവിഡ് എന്ന രോഗത്താൽ മാറ്റപ്പെട്ടവരാണ്. ഇന്നലെ നമ്മിൽ നിന്ന് കടന്നുപോയതായ വി.ടി. ജോണച്ചന്റെ മകൻ ജോൺ കോശി, ദൈവത്തിൻ്റെയും ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നതായ ബഹുമാനപ്പെട്ട എം. ജോൺ അച്ഛൻ ഈ മാസം 2-ാം തീയതി കർത്തസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട് അച്ഛൻ്റെ ധന്യ ജീവിതത്തെ ഓർക്കുകയും ദുഃഖാർത്തരായിരിക്കുന്നതായ ബന്ധുമിത്രാദികൾക്ക് ആശ്വാസവും സമാധാനവും ദൈവം തമ്പുരാൻ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. സബ്സ്റ്റാർ ശുശ്രൂഷയുടെ 1-ാം ഭാഗം നടക്കുന്നു. നാളെ 2-3 ഭാഗങ്ങൾ നടക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 4-ാം ശുശ്രൂഷ ക്രിസ്തോസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടക്കുകയത്രേ.
പുനലൂർ വിളക്കുവട്ടം വാർത്തമായി ഇടവകയിൽ കല്ലുപറമ്പിൽ ഭവനത്തിൽ ജനിച്ചതായ അച്ഛൻ കൊട്ടാരക്കര താമസിച്ച് തന്റെ ശുശ്രൂഷാകാലങ്ങളെ നയിപ്പാൻ ദൈവം സഹായിച്ചു. മാർത്തോമാ സഭയിലെ ഒരു വട്ടക്കാരൻ എന്ന നിലയിൽ ഏതാണ്ട് 12 ഇടവകകളിൽ ശുശ്രൂഷ നിർവഹിച്ച് ധന്യമായ പ്രവർത്തനത്തിലൂടെ അനേകരുടെ ഹൃദയം കവർന്നെടുത്തതായ ഒരു വ്യക്തിത്വമാണ്. മാർത്തോമാ സഭയിലെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് വിശ്രമ ജീവിതം നയിക്കുവാൻ അമേരിക്കയിലുള്ളതായ തൻ്റെ പ്രിയ മക്കളോടൊത്ത് താമസിക്കാൻ താല്പര്യപ്പെട്ടു വരികയും ഈ കഴിഞ്ഞ നാളുകളൊക്കെയും ഇവിടെ താമസിക്കുകയും ചെയ്ത ഒരനുഭവമാണല്ലോ. ദൈവമാണ് നമ്മെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മെ കാക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ആവശ്യമാണ്. ചില പ്രവർത്തിച്ച മേഖലകളിലൊക്കെ അനേകരിലെ സ്വാധീനം ചെലുത്തിയതായ ഒരു വ്യക്തിത്വമായിട്ടാണ് അച്ഛനെ നാം കാണുന്നത്. 87 വർഷങ്ങളിൽ ഈ ലോകത്തിൽ ജീവിച്ചു എങ്കിൽ തന്നെയും ജീവിച്ചിടത്തോളം എല്ലാവരിലും ഒരു പ്രത്യേക വ്യക്തിമുദ്ര പതിപ്പിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ അച്ഛന് സാധിച്ചു. പലപ്പോഴും അച്ഛനെ കാണുമ്പോൾ സുഷ്മേധവതനായി പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. എല്ലാവരോടും സ്നേഹത്തോടുകൂടെ രുചിയോടുകൂടെ ഇടപെടുകയും എല്ലാവരിലും തൻ്റെ ഒരു വലിയ സ്വാധീനം ചെലുത്തുവാൻ തനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സുഹൃത്ത് എന്നാണ് അച്ഛനെ പലപ്പോഴും നമ്മൾ അറിയുന്നത്. കാരണം കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും ഏത് രീതിയിൽ ജീവിക്കുന്നവരായാലും അവിടെയെല്ലാം അച്ഛൻ്റെ ഇടപെടൽ ഒരു വലിയ സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ്. എല്ലാവരെയും സുഹൃത്ത് എന്ന് വിളിക്കുകയും അവരോട് ആത്മാർത്ഥമായി ഇടപെടുകയും ഒരു ബന്ധത്തിന്റെ ഊഷ്മളത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് അച്ഛനെ നാം കാണുന്നുണ്ട്. ആർക്കും ദോഷം ചെയ്യാതെ എല്ലാവർക്കും നന്മ ചെയ്യുക എന്നത് അച്ഛൻ്റെ ഒരു ജീവിത പ്രമാണമായിരുന്നു. ഞാൻ മുഖാന്തരം ആർക്കും പ്രയാസം ഉണ്ടാകരുത്, ആവോളം നന്മ ചെയ്ത് മറ്റുള്ളവരെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നയിക്കുക, ഇത് വളരെ സഭയോടുകൂടെ തന്റെ ശുശ്രൂഷ സമയങ്ങളിലെല്ലാം അച്ഛനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലഭിച്ചതില് സംതൃപ്തി കണ്ടെത്തിയതായ ഒരു വ്യക്തിത്വമായിരുന്നു. ഈ സഭയിൽ ഞാൻ ആയിരിക്കുമ്പോൾ സഭയിലെ വിവിധ ഇടവകളിൽ പ്രവർത്തിക്കുന്ന രംഗങ്ങളിലെല്ലാം തന്നെ ദൈവത്തിന്റെ വേലയാണ്, ദൈവത്തിന്റെ ശുശ്രൂഷയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ബോധം അത് വ്യക്തമായി മനസ്സിലാക്കി ഈ കർത്താവിന്റെ ശുശ്രൂഷയില് അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിക്കാൻ എനിക്ക് സാധിച്ചു. പിറുപിറുപ്പില്ലാതെ യാതൊരു വിഷമവും പുറത്ത് വെളിപ്പെടുത്താതെ ദൈവരാജ്യത്തിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അനുഗ്രഹ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അച്ഛനെ സഹായിച്ചു. ക്രിസ്തോസ് ഇടവകയില് താമസിച്ച് ഇടവകയുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ താൻ പ്രവർത്തിച്ചതായ പട്ടക്കാരോട് ചേർന്ന് ഏറ്റവും അനുഗ്രഹകരമായിട്ട് തന്റെ ശുശ്രൂഷ നിർവഹിച്ചത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചെല്ലുന്ന സമയത്തൊക്കെയും ഹൃദ്യമായ ഇടപെടൽ, സംസാരം, പ്രവർത്തനം അനേകരിലെ ഒരു സ്വാധീനം ഉളവാക്കിയ ഒന്നായിട്ട് നാം കാണുന്നുണ്ട്. ഞാൻ അച്ഛനെ പ്രത്യേകമായിട്ട് ഒരു ആത്മബന്ധം പുലർത്തുവാൻ ഇടയായത് അച്ഛൻ്റെ സഹോദരൻ മിസ്റ്റർ KM ജോസഫ്, അദ്ദേഹം നന്ദിനി മൈൻസില്, ബിലായിക്കടുത്ത് നന്ദിനി മൈൻസില് ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ട്
പ്രവർത്തിച്ചതായ ഒരു സാഹചര്യം. ആദ്യമായിട്ട് ഞാൻ ഇടവക ചുമതലയിൽ പ്രവേശിച്ച് മധ്യപ്രദേശിലെ രാജറ, നന്ദിനി, ബിലാസ്പൂർ, ഭിലായ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് പോകുന്ന രംഗം. മാസത്തിൽ ഒരു ഞായറാഴ്ച നന്ദിനി ഇടവകയിൽ പോകും. ഇവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കുകയും ഭവനത്തിൽ താമസിക്കുവാനുള്ളതായി ക്രമീകരണം ചെയ്യുകയും ആവശ്യമായിട്ടുള്ളതായ എല്ലാ കരുതലും നൽകിയതായ ഒരു ഭവനമായിട്ട് അന്ന് തന്റെ സഹോദരന്റെ ഭവനത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഇടവകയിലെ ഒരു ആത്മീയ ചൈതന്യം പുലർത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ആരാധനയ്ക്ക് നേതൃത്വം നൽകുക, വചനശുശ്രൂഷ നൽകുക, ആളുകളെ ഒരുമിപ്പിച്ച്, ചെറിയൊരു ഇടവകയാണ്, 30ഓളം കുടുംബങ്ങളെ ഉള്ളൂ. എല്ലാവരും നന്ദിനി മൈൻസിൽ ജോലി ചെയ്യുന്നവരാണ്. അവരെല്ലാവരെയും ഒരുമിപ്പിച്ച് ഈ ആരാധന സംഘടിപ്പിക്കുക, ഇതെല്ലാം അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ എൻ്റെ സഹോദരൻ എം ജോണച്ചനാണ്. അതിനുശേഷം എം ജോണച്ചനുമായിട്ടുള്ളതായ എൻ്റെ ബന്ധം ഒരു വ്യത്യസ്ത രീതിയിലായിരുന്നു. ഞാൻ വിളക്കുവട്ടം ഇടവകയിലെ മിസ്റ്റർ എം ജോസഫ് സാറിൻ്റെ ശവസ്കാര ശുശ്രൂഷ നടത്തുവാനായിട്ട് പോയ സമയം എനിക്ക് ഓർക്കുന്നു. ആ ഇടവക ഒരുമിച്ച് ആ ശവസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അദ്ദേഹത്തിന് യാത്രയയച്ച ആ ഒരു സന്ദർഭം. അതുകൊണ്ട് ഒരു കുടുംബം എന്ന നിലയിൽ സഹോദരങ്ങൾ, മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതായ ദൈവിക ദർശനം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഏത് രംഗങ്ങളിലും പ്രവർത്തിക്കാനായിട്ട് അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു എന്നത് ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. ഇവിടെയാണ് പിതാക്കന്മാരുടെ ദൈവം, മാതാക്കളുടെ ദൈവം, നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ് ആ ദൈവത്തിന് അനുഗ്രഹകരമായി ശുശ്രൂഷ വഹിക്കാനായിട്ട് ഇടയായിത്തീരുന്നതായ ജീവിത സാഹചര്യം, ദൈവാശ്രയവും സഭാസ്നേഹവും സർവമനുഷ്യരെയും കരുതുന്നതായ ആ ഒരു വലിയ മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനം ഏറ്റവും ധന്യമായി തീരുന്നത്. ആ രീതിയിൽ അച്ഛൻ്റെ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നു. ഇന്ന് ദുഃഖാർത്തരായിരിക്കുന്നതായ സഹധർമ്മിണി സന്നമ്മ ജോൺ, ബസ്തിയമ്മ, അതോടൊപ്പം തന്നെ സുജ, ജയ, എബി, ആഷ, മക്കൾ, അവരുടെ കുടുംബം എല്ലാവരും ഈ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ ദൈവമേ അവിടുന്ന് നൽകി, അവിടുന്ന് എടുത്തു, തിരുനാമം അഭിപ്രേരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ചില ധന്യമായ ജീവിതത്തെ ഓർത്ത ദൈവത്തിന് സ്വന്തം കരയിക്കുകയാണ്. ഓരോ അപ്പോസ്തലന് തന്റെ ജീവിത സായാഹ്യത്തില് തന്റെ സഹശിഷ്യനായ തിമോത്തിയോസിനെ ഓർപ്പിക്കുമ്പോൾ തന്റെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യാശയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ എന്നുള്ളതായ ആ ഒരു വലിയ ചിന്ത ഇപ്പോഴും അച്ഛൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ അച്ഛന് അസാധ്യമായി തീർന്നു. അത് നല്ല പോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ദൈവസന്നിധിയിൽ അച്ഛനായിരിക്കുന്നു. അച്ഛനെ യാത്ര അയക്കുന്നതായ വേളയിൽ ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തെ കൂടുതലായി ശക്തിപ്പെടുത്തുന്നതാണ്, ധൈര്യപ്പെടുത്തുന്നതാണ്. ആ പ്രത്യാശയിൽ എന്നും നിലനിൽപ്പാൻ ഈ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നു. ക്രിസ്തീയ കീർത്തനങ്ങൾ 298 ഗീതത്തിന്റെ ആദ്യത്തെ 3 അവസാനത്തെയും സ്വർഗഭാഗ്യമെത്രയോഗ്യം ആകുവാൻ സ്വർഗഭാഗ്യമെത്രയോഗ്യം ആകുവാൻ ഭാഗ്യമോർക്കും തോറുമേശയേറുന്നേ ഭാഗ്യമോർക്കും തോറുമേശയേറുന്നേ പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന പാപലോകം
ബഹുമാനപ്പെട്ട MP യോഹന്നാൻ അച്ഛൻ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതാണ്. ഡയസ് ഓഫ് നോർത്ത് അമേരിക്ക യൂറോപ്പിലെ ക്ലർജിയെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട MP യോഹന്നാൻ അച്ഛൻ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നു. കേൾക്കാമോ? ഓക്കെ. His Lordship Dr. Joachim R. Kyrillos Tirumeni, His Lordship Dr. Isaac Mar Vilasnas Tirumeni, respected Achens, dear members of bereaved family, especially beloved Annamma Kachimma and their children, Suja, Jaya, Ebi and Ansu, and Asha families, relatives, and friends in Christ. I express my sincere thanks to Felix Tirumeni and Manoj H.M. for giving me an opportunity to say a condolence on this occasion. On behalf of the clergy of the Marthoma Church, Diocese of North America and Europe, on my own behalf, I express our deepest sympathy and heartfelt condolences to the members of the bereaved family. We pray to God to give you peace, courage, comfort, and consolation to face the agony of demise of your loved one. Let us thank and praise God for the pleasant life and witness of our beloved John H.N. shown to us. കഴിഞ്ഞ 60 വർഷം അച്ഛനിൽ കൂടി സഭയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ പട്ടത്ത സമൂഹത്തിന് ലഭിച്ച ധന്യമായ മാതൃകാപരമായ സേവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന അന്നമ്മക്കച്ചമ്മയും മക്കളോടും മറ്റ് കുടുംബാംഗങ്ങളോടുമുള്ള നന്ദി, അച്ഛനിൽ കൂടി ലഭിച്ചതായിട്ടുള്ള സ്നേഹ കൂട്ടായ്മയ്ക്കുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛൻ്റെ ശ്രേഷ്ഠമായ ചില ഗുണങ്ങൾ സന്തോഷത്തോടെ ഇവിടെ സ്മരിക്കുന്നു. ചില കാര്യങ്ങൾ തിരുമേനി ഓൾറെഡി നമ്മെ ഓർപ്പിച്ചുവല്ലോ. Achan was a man of
many good qualities. ഒന്ന്, Jonathan was a simple man of humble living. ലളിതവും മാതൃകാപരവുമായ ജീവിതമാണ് അച്ഛനെ നയിച്ചത്. തിരുമേനി ഓർപ്പിച്ചതുപോലെ അച്ഛൻ ഈസ് കോമൺലി known as the സുഹൃത്തച്ഛൻ or ചങ്ങാതി അച്ഛൻ. അച്ഛന് എല്ലാവരും സുഹൃത്തായിരുന്നു. എല്ലാവർക്കും അച്ഛനും സുഹൃത്തായിരുന്നു. സുഹൃത്തച്ഛൻ loved everybody and he was loved by everyone. നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ സുഹൃത്തച്ഛൻ. അച്ഛൻ്റെ ഇടവ ശുശ്രൂഷയുടെ വിജയവും ഇതായിരുന്നു. അച്ഛന് ഒരു യഥാർത്ഥ സഭാസ്നേഹി, അതോടൊപ്പം തന്നെ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 47 നാം ഇപ്രകാരം വായിക്കുന്നു: യേശു നഥനയേലിനെ കണ്ടു പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിലെ കപടമില്ല. അച്ഛൻ്റെ ജീവിതവും സാക്ഷ്യവും ഇതായിരുന്നു എന്നതിന് യാതൊരു സംശയവും ഇല്ല. അച്ഛന് ഒരു വല്യച്ഛൻ്റെ മിടുക്കോ നേതൃത്വമോ ജാടയോ ഒന്നും കാണിക്കാത്ത ഒരു മാന്യനായ വ്യക്തിയായിരുന്നു. രണ്ടാമതായിട്ട് അച്ഛൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി ഓർക്കുമ്പോൾ, അച്ഛൻ വാസ് എ മാൻ ഓഫ് സ്മൈലിംഗ്. പൊയ്മുഖമില്ലാത്ത ചിരിയുടെ ഉടമയായിരുന്നു നമ്മുടെ സുഹൃത്തച്ഛൻ. അച്ഛൻ എപ്പോഴും ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവനായിരുന്നു. ഇടവ ശുശ്രൂഷയിലും മറ്റും സംഘർഷമായ സാഹചര്യങ്ങളിൽ ആരോടും വൈരാഗ്യമോ വാശിയോ മത്സരമോ ഇല്ലാതെ അച്ഛൻ്റെ കളങ്കമില്ലാത്ത പുഞ്ചിരി തൻ്റെ ആയുധമായി എടുത്ത് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. അച്ഛൻ ഇരുന്ന ഒരിടവയില് ഒരിക്കലും പ്രശ്നമുണ്ടായപ്പോൾ അന്നത്തെ ഭദ്രാസന തിരുമേനി അച്ഛനോട് പറഞ്ഞു, അച്ഛനെ ഇവിടെ നിന്ന് ദൂരേക്ക് സ്ഥലം മാറ്റും. ഉടനെ, ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, ഉടനെ അച്ഛൻ പറഞ്ഞു, എന്നെ തിരുമേനി മരുഭൂമിയിലേക്ക് അയക്കരുത്, അയക്കുന്നുവെങ്കിൽ അമേരിക്കയിൽ എവിടെയെങ്കിലും അയക്കുക. ഇത് കേട്ട് തിരുമേനി പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സന്ദർഭത്തിനൊത്ത് പ്രവർത്തിപ്പാൻ അച്ഛൻ്റെ കഴിഞ്ഞിരുന്നു. മൂന്നാമത് അച്ഛൻ്റെ ഒരു ഗുണം ഓർക്കുമ്പോൾ, അച്ഛൻ വാസ് എ മാൻ ഓഫ് പ്രേയർ ആൻഡ് എ ജെനുവിൻ ഫെയ്ത്ത്. ദൈവ കൃപയിലുള്ള ആശ്രയവും പ്രാർത്ഥനാ ജീവിതവുമായിരുന്നു അച്ഛൻ്റെ ജീവിത രഹസ്യം. എല്ലാ വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനാ ജീവിതമാണ് അച്ഛന് നയിച്ചത്. മകൻ എബിയും വൈഫ് അനുസവും കുടുംബവും വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും അച്ഛനെ ശുശ്രൂഷിച്ചു.
അവരെയും കൊച്ചമ്മയെയും മറ്റു മക്കളെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. തിരുമേനി ഓർപ്പിച്ചതുപോലെ അച്ഛനെ ആ ഒരു പിറുപിറുപ്പും കൂടാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം വരെ ജീവിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒന്നാണ്. ഫിലഡൽഫിയയിൽ അച്ഛനോട് ചേർന്ന് അച്ഛൻ്റെ ഭവനത്തില് ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തു. സന്തോഷകരമായ അനുഭവമായിരുന്നു. എബിയുടെ വൈഫും അച്ഛൻ്റെ മരുമകളുമായ അനുസുവിൻ്റെ മാതൃക ഇടവ വികാരിയായിരുന്നു ഞാൻ. അതുകൂടാതെ അച്ഛൻ്റെ 2 സഹോദരന്മാര് തിരുമേനി ഓർപ്പിച്ചതുപോലെ, ഒന്ന് KM ജോസഫ് സാർ കുടുംബവും അദ്ദേഹത്തിൻ്റെ അനിയൻ KM ഡേവിഡും ഞാൻ ബിലായില് ഇരുന്നപ്പോൾ അവരുടെ വികാരിയുമായി സേവനം ചെയ്യും. അച്ഛൻ്റെ വിളക്കോട്ടത്തുള്ള വീട് ഒരിക്കല് സന്ദർശിക്കുവാനിടയായി. അതൊക്കെയും ഒരു വലിയ അനുഭവമായിരുന്നു എന്നുള്ളത് ഈ സമയത്തെ ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 13:7 ഇപ്രകാരം നാം വായിക്കുന്നു: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അത് നാം അനുകരിക്കുന്നു എന്നതാണ് അച്ഛന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു ആദരാഞ്ജലി. The book of Revelation chapter 14 verse 13 ഇപ്രകാരം വായിക്കുന്നു: ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവരവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. Blessed are the dead who die in the Lord. By death, Achan is resting in the arms of Christ. Achan's mission was completed in this world. Achan's misery was over forever. Now Achan was transferred from the suffering body to the glorified body. Let us believe and hope. Achan was promoted to the glory of God. Let me conclude. Achan's വേർപാട് മൂലം കൊച്ചമ്മ lost a loving husband. To the children, missed an affectionate father. To the relatives, clergy, and the members of our diocese as well as church, lost a godly, loving person. Achan left a good impression and sweet memories in our midst. Let us hope and believe that let us have a reunion with Achan in eternity. ദാവീദ് പറഞ്ഞ പോലെ ഇനിയും അച്ഛൻ ഇങ്ങോട്ടില്ല, നമുക്ക് അങ്ങോട്ട് പോയി കാണാമെന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. Once again, I express our family, so the clergy of this diocese, the heartfelt condolences to the members of the buried family. May God bless us all. Thank you. Thank you, MP Yohanan Achan, for your words of condolence to the bereaved family. I now request Reverend Anish Thomas, the Vicar of Christos, Mar Thomas Church, Philadelphia, where Reverend M. John Achan was a member, to say a few words of condolence. Anish Thomas Achan. അഭിവന്യ ഡോക്ടർ യോയാക്കിം മാർ കൂറിലോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫേലിക്സനോസ് എപ്പിസ്കോപ്പ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ജോണച്ചൻ്റെ വേർപാടുകൾ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ,
ഈ കണ്ടോൾസ് മീറ്റിംഗിൽ സംബന്ധിക്കുന്നതായ ഏവരുമേ ക്രിസ്തുവിനുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട എം ജോണച്ചന്റെ ധന്യകരമായ ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ വിളിച്ച ദൈവത്തെ കൂടെ നിർത്തി അന്ത്യം വരെയും ശ്രേഷ്ഠമായി ദൈവകൃപയിൽ ജീവിച്ചതായ ബഹുമാനപ്പെട്ട എം ജോണച്ചൻ 1957 ഫാത്തിമ മാത നാഷണൽ കോളേജ് കൊല്ലത്തിൽ നിന്ന് ബാച്ചലർ ഡിഗ്രി കരസ്ഥമാക്കിയതായ പ്രിയപ്പെട്ട അച്ഛൻ 1957 1960 കാലയളവിൽ കോട്ടയം വൈദിക സെമിനാരിയിൽ ദൈവിക ശുശ്രൂഷയ്ക്കായി പഠനത്തിനായിട്ട് കടന്നു പോവുകയും 1960 ഏപ്രിൽ 10 ഈ സഭയിൽ കശീശയായി പട്ടം കെട്ടപ്പെടുകയും ചെയ്തു. സ്നേഹവും വാത്സല്യവും നിറഞ്ഞതായ സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കുന്ന ബഹുമാനപ്പെട്ട എം ജോണച്ചൻ തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ പരിമിതമായ ലോക സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ പരാതികളില്ലാതെ തന്നെ വിളിച്ചവൻ്റെ വേല തികയ്ക്കുവാൻ ആവോളം പ്രവർത്തിച്ചതായ പട്ടക്കാരൻ തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ സംഭവിച്ചതായ ഓരോ സംഭവങ്ങളും പ്രിയപ്പെട്ട അച്ഛൻ ഷെയർ ചെയ്ത ഒരു പതിവുണ്ടായിരുന്നു. അച്ഛൻ്റെ കഥകൾ, അച്ഛൻ്റെ അനുഭവങ്ങൾ ഇടവക ജനങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. സഭയെയും സഭാപിതാക്കന്മാരെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠൻ. പുതിയ തലമുറയിലുള്ള അച്ഛന്മാർക്ക് ബഹുമാനപ്പെട്ട എം ജോണച്ചനെ നേരിട്ട് അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിലും, നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടില്ലെങ്കിലും, സുഹൃത്തച്ഛൻ എന്ന നിലയിൽ അച്ഛൻ്റെ നർമ്മങ്ങളിലൂടെ അച്ഛനെ അറിയുവാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം ക്രിസ്തോസ് മർത്തോമ ഇടവകയിൽ വികാരി എന്ന നിലയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഈ നാളുകളിൽ എനിക്ക് പ്രിയപ്പെട്ട അച്ഛനെ കൂടുതൽ അടുത്തറിയുവാനായിട്ട് അവസരം ലഭിച്ചു. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്കും എന്നോടൊപ്പം മധുവകയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതായിട്ടുള്ള അച്ഛൻ്റെ സാന്നിധ്യം, കൂടെ നിൽക്കുന്ന അച്ഛൻ്റെ സാന്നിധ്യം അതിശ്രേഷ്ഠമാണ്. വികാരി അച്ഛൻ എന്ന നിലയിൽ എനിക്ക് തന്നതായ സ്നേഹം, വാത്സല്യം ഇത് ആവോളം അനുഭവിപ്പാനായിട്ട് സാധിച്ചു. പല ശുശ്രൂഷകൾക്കും പ്രാർത്ഥനാ മീറ്റിങ്ങുകൾക്കും അച്ഛനോടൊപ്പം സംബന്ധിക്കുന്നതായ സമയം പല ഭാഗങ്ങൾ വായിക്കുവാനായി അച്ഛനെ നിർബന്ധിക്കുമ്പോഴും, പല ഭാഗങ്ങളിലും ആശീർവാദം പറയുവാനായി അച്ഛനെ നിർബന്ധിക്കുമ്പോഴും വികാരി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുന്ന ഒരു പതിവ് പലപ്പോഴും പ്രിയപ്പെട്ട അച്ഛനിലൂടെ കാണുവാനായി സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും വീട് വിസിറ്റ് ചെയ്യുന്നതായ സമയത്ത് അച്ഛനെ സന്ദർശിക്കുന്ന അച്ഛന് വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ട എബി എപ്പോഴും പറയും, ആരെങ്കിലും വീട്ടിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ നേരത്തെ മുൻകൂട്ടി തയ്യാറായി കുപ്പായം ഇട്ട് റെഡിയായി അച്ഛനിരിക്കും. എല്ലാവരെയും സ്വീകരിപ്പാൻ സ്നേഹത്തോടെ ഊഷ്മളതയോടുകൂടി കൈ തന്ന് നമ്മളെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതായ ഒരു പതിവ്. ആര് ചെന്നാലും കുപ്പായം വിട്ട് അച്ഛന് നമ്മളെ സ്വീകരിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിൽ ഇടവകയിലോ തിരുമേനിമാരോ അച്ഛന്മാരോ സുവിശേഷകരോ ആര് കടന്നു വന്നാലും അവരെ എല്ലാം വീട്ടിൽ കൈക്കൊള്ളുകയും അവരെ ആദരിക്കുകയും ദൈവിക ശുശ്രൂഷക്കാരെ ആദരിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛൻ കാണിച്ചതായ താല്പര്യം വളരെ വലുതാണ്. അച്ഛന് ഒരു പരിഭവവും പരാതികളോ മത്സരങ്ങളോ ഒന്നുമില്ലായിരുന്നു. എല്ലാത്തിലും തൃപ്തനായ ഒരു വ്യക്തിയായിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ അനുഗ്രഹിതമായ ഒരു കുടുംബം പ്രിയപ്പെട്ട എം ജോണച്ചന് നൽകി. പ്രിയപ്പെട്ട അന്നമ്മ കൊച്ചമ്മ അധികമൊന്നും സംസാരിക്കാറില്ലെങ്കിലും
വളരെ നിശബ്ദമായി പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളിലും അച്ഛനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നതായ പ്രിയപ്പെട്ട കൊച്ചമ്മ. അനുഗ്രഹീതരായ മക്കളെ ദൈവം തമ്പുരാൻ പ്രിയപ്പെട്ട അച്ഛന് ദാനം നൽകി. സുജ ഹസ്ബൻഡ് തോമസ് ജേക്കബ്, ജയ ഹസ്ബൻഡ് സുനിൽ, എബിയുടെ വൈഫ് അൻസു, ആശയുടെ ഹസ്ബൻഡ് ജേക്കബ്, കൊച്ചുമക്കൾ, കൊച്ചുമക്കൾ, ഇവരെയൊക്കെ കാണുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛന് ഭാഗ്യം ലഭിച്ചു. തീർച്ചയായും ഈ മക്കളെല്ലാവരും അച്ഛനെ വളരെ ബഹുമാനത്തോടെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരാൽ കഴിയുന്നതിൽ അപ്പുറമായി പ്രിയപ്പെട്ട അച്ഛനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് നേരിട്ട് കാണുവാനും മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ തരത്തിൽ അച്ഛൻ തീർച്ചയായും അനുഗ്രഹീതമായ ഒരു കുടുംബവും പ്രിയപ്പെട്ട അച്ഛന് നൽകി എന്നുള്ളതിലും വളരെ സന്തോഷകരമാണ്. ഈ നാളുകളിൽ COVID-19 പ്രയാസങ്ങൾ ലോകമെമ്പാടും പ്രയാസം അനുഭവിക്കുന്നതായിട്ടുള്ള നാളുകളിൽ ഭവനത്തിൽ പ്രിയപ്പെട്ടവർക്ക്, മക്കൾക്കും മകനും മരുമകൾക്കും ഒക്കെ ഈ പ്രയാസങ്ങൾ ഉണ്ടായതായ സമയം ഏറ്റവും വലിയൊരു പേടി പ്രിയപ്പെട്ട അച്ഛൻ ഭവനത്തിലുണ്ട്. കുടുംബാംഗങ്ങളെല്ലാവരും അതിനുവേണ്ടി വളരെ ആവോളം അവരെ കഴിയുന്ന രീതിയിൽ അച്ഛന് സംരക്ഷണം നൽകുവാനായിട്ടൊക്കെ ശ്രമിച്ചു. എന്നാൽ അച്ഛൻ്റെ ശാരീരിക ക്ഷീണതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അച്ഛന് ഈ രോഗം പിടിപെടുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും തുടർന്ന് കർത്തൃസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. തീർച്ചയായും പ്രിയപ്പെട്ട എം ജോണച്ചൻ ഒരു മാതൃകയുള്ള, ഒത്തിരി നന്മകൾ നിറഞ്ഞ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. ക്രിസ്തോസ് ഭർത്തമായ ഇടവകയിൽ ഓരോ വ്യക്തികൾക്കും അച്ഛനെപ്പറ്റി ഒത്തിരി പറയുവാനായിട്ടുണ്ട്. അച്ഛൻ്റെ ദേഹവിയോഗം ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളും വളരെയധികം ദുഃഖത്തിലാണ്, വളരെയധികം പ്രയാസത്തിലാണ്. തീർച്ചയായും ക്രിസ്തോസ് മർത്തോമ ഇടവകയിലെ ഓരോ കുടുംബാംഗങ്ങളും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിനും സഭയ്ക്കും പ്രിയപ്പെട്ടവർക്കും അനുശോചനം അറിയിക്കുന്നു. ഇടവകയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന നമ്മളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അനീഷ് തോമസ് അച്ഛൻ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജിൻസൺ കെ മാത്യു അച്ഛൻ സൗത്ത് ഈസ്റ്റ് റീജിയൻ ക്ലർജിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഫിലഡൽഫിയ സെന്റർ ക്ലർജിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. അഭിവന്യ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് തിരുമേനി, അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് തിരുമേനി, മർത്തോമ സഭ സെക്രട്ടറി ബഹുമാനപ്പെട്ട KG ജോസഫ് അച്ഛൻ, ഈ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മനോജ് ഇടുക്കള അച്ഛൻ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവരുമേ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിലെ സൗത്ത് ഈസ്റ്റ് റീജിയനിലെ 12 ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്ന പട്ടക്കാരെയും അതിൽ ഉൾപ്പെടുന്ന ഫിലഡൽഫിയ സെന്ററിലെ 5 ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്ന പട്ടക്കാരെയും പ്രതിനിധീകരിച്ച് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ ബഹുമാനപ്പെട്ട എം ജോണച്ചന്റെ വേർപാടിലുള്ള അനുശോചനം രേഖപ്പെടുത്തുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ഈ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പട്ടക്കാരുടെയും ഒരു നല്ല സ്നേഹിതനായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ USA-ൽ 2008 വന്നതിന് ശേഷം, സ്ഥിരമായി താമസത്തിനായി വന്നതിന് ശേഷം ആരോഗ്യം അനുവദിച്ച കാലത്തോളം സെന്റർ റീജിയൻ മീറ്റിങ്ങുകളിലും സംബന്ധിക്കുകയും സമീപ ഇടവകളിലെ ശുശ്രൂഷകളിൽ സഹായിക്കുകയും ചെയ്തിരുന്നു.
കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യ കാരണങ്ങളാൽ ഇത് സാധിച്ചിരുന്നില്ല. എന്നാൽ അച്ഛൻ അംഗമായ ക്രിസ്തോസ് മർത്തോമ ഇടവകയിൽ പതിവായി വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും മറ്റ് പ്രവർത്തനങ്ങളിലും തന്നാലാവോളം ഇടവക വികാരിയോട് ചേർന്ന് പ്രവർത്തിക്കുമായിരുന്നു. അതിഥി സൽക്കാരം അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നു. തന്റെ ഇടവക സന്ദർശിക്കുന്ന മേൽപ്പട്ടക്കാരെയും അതിഥികളായി വരുന്ന പട്ടക്കാരെയും സുവിശേഷകരെയും തന്റെ ഭവനത്തിൽ ക്ഷണിച്ച് അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നത് അച്ഛന്റെ പതിവാണ് എന്ന് ഇടവക വികാരി സാക്ഷിക്കുന്നു. ഞങ്ങൾക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അച്ഛന്റെ വേർപാട് സൗത്ത് ഈസ്റ്റ് റീജിയനിലെ എല്ലാ ഇടവകകൾക്കും ഫിലഡൽഫിയ സെന്ററിലെ ഇടവകകൾക്കും പ്രത്യേകിച്ച് പട്ടക്കാർക്കും കുടുംബങ്ങൾക്കും തീരാ നഷ്ടമാണ്. എല്ലാവരുടെയും പേരിലുള്ള ഹൃദയംഗമായ ദുഃഖവും അനുശോചനവും പ്രിയപ്പെട്ട കൊച്ചമ്മയോടും മക്കളോടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. കഹനത്ത ക്രമത്തിലെ 19-ാം പുറത്തുള്ള സെദ്രായിലെ ചില വരികൾ പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. മശിഹാ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസനും നീ അവന് ഭരമേൽപ്പിച്ചിട്ടുള്ള താലന്തുകളെ അവയുടെ ലാഭത്തോടുകൂടെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമെന്നും ദൈവദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും സംഘത്തിൽ ഇവൻ ചേർക്കപ്പെടുമെന്നും സകല മനോവേദനകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒഴിഞ്ഞവനായി നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മഹത്വത്തിൽ ഇവൻ വസിക്കുമെന്നും വിശുദ്ധ സ്ലീഹന്മാരോടും സകല ശുദ്ധിമാന്മാരോടും കൂടെ ഹല്ലേലൂയ പാടി നിന്നെ പുകഴ്ത്തുമെന്നും വെടിപ്പുള്ള പട്ടക്കാരോടുകൂടെ വെള്ള നിലയങ്കികളാൽ അലങ്കരിക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ദാസന്മാരായ ഞങ്ങളെയും വെടിപ്പുള്ള പട്ടക്കാരുടെയും സത്യവിശ്വാസികളായ ശുശ്രൂഷക്കാരുടെയും സംഘത്തിൽ ചേർത്തുകൊള്ളണമേ. ആമേൻ. താങ്ക് യു. താങ്ക് യു ജിൻസൺ കെ മാത്യു അച്ഛൻ. ഇപ്പോൾ നമുക്കൊരു പാട്ട് ഡയസ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പിന്റെ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ലീബ വർഗീസ് കൊച്ചമ്മ ഇപ്പോൾ കൊച്ചമ്മമാരുടെ പേരില് ബസ്കിയാമോസ് മാരുടെ പേരില് അനുശോചനം അറിയിക്കുന്നു. Yeah. Okay. Ready. Respected Isaac Felix Nostrimeni, respected Joachim Markulos Strimeni, Achans and family members, beloved in Christ. I have fought the good fight. I have finished the race. I have kept the faith. Now there is in store for me the crown of righteousness, which the Lord, the righteous judge, award to me on that day, and not only to me, but also to all who long for his appearing. 2 Timothy chapter 4, verses 7 and 8. It was sad to hear the demise of Reverend M. John Achin. We thank God for the wonderful ministry, witness, and service of late Reverend M. John towards the church and society. On this occasion, we, the Basquiamos of North America and Europe Diocese, join in the sorrow of Achin's family. We pray that God would strengthen Anama Kochama and children in this time of agony. Basquiamos Fellowship of North America and Europe Diocese expresses our heartfelt condolence to the bereaved family. Thank you. ക്രിസ്തീയ കീർത്തനങ്ങൾ 173-ാമത്തെ പാട്ടിന്റെ ആദ്യത്തെയും അവസാനത്തെയും ചേർന്ന്
എന്തു നല്ലോ ദുഃഖം മാറിയും എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചൊല്ലിടായ നിമിത്തം ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സങ്കേതം യേശുവോടറിയിക്കാം. നേത്രങ്ങൾ നിന്ദിക്കുന്നു പോയി ചൊല്ലിയേശുവോടെല്ലാം ഇപ്പോൾ ബഹുമാനപ്പെട്ട കെ ജി ജോസഫ് അച്ഛൻ സഭാ സെക്രട്ടറി അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട കെ ജി ജോസഫ് അച്ഛൻ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസന അധിപൻ അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് തിരുവേനി, അഭിവന്യ യുവാക്കിമാർ കൂർലോസ് തിരുവേനി, ആദരണീയരായ സഹോദര വൈദികരെ, 87 സംവത്സരങ്ങൾ അനുഗ്രഹകരമായ ജീവിതം പൂർത്തീകരിച്ച് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയപ്പെട്ട എം ജോണച്ചന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വിശ്വാസമൂഹം എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 60 സംവത്സരങ്ങൾ മാർത്തോമാ സഭയിൽ പഠന ശുശ്രൂഷയിൽ സംഗതമായ ഏറ്റവും അനുഗ്രഹകരമായ മാതൃകപരമായ ശുശ്രൂഷ പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട എം ജോണച്ചൻ കർത്തൃസ്ഥാനത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. 1960 ഏപ്രിൽ 10 പ്രിയപ്പെട്ട അച്ഛൻ പഠന ശുശ്രൂഷയിൽ പ്രവേശിച്ച് സഭയുടെ വിവിധ പ്രവർത്തന മേഖലകളിൽ, വിവിധ ഇടവകകളിൽ കുലശേഖരം, അഞ്ചൽ, വാളകം, പട്ടമല, കൊട്ടാരക്കര, തലവൂർ, മണ്ണടി, അടൂർ, ഇളമ്പൽ, പുനലൂർ, കൊല്ലം പെരുന്നാട്, മണ്ണൂർ, മണക്കോട്, ചെങ്ങമ്മനാട് തുടങ്ങിയ ഇടവകളിൽ വികാരിയായും, ഗുരുവായൂരിൽ മിഷണറിയായും, തൃശൂർ നെല്ലിക്കുന്നത്തുള്ള രവിവർമ്മ മന്ദിരം സൂപ്രണ്ടായും ധന്യമായ ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛൻ നിർവഹിച്ചു. താൻ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തന സരണികളിലും ആ പ്രവർത്തന മേഖലയിലുള്ള ആളുകളുമായി അഭേദ്യമായ ബന്ധം, അതിൽ ചെറിയവനെന്നോ വലിയവനെന്നോ പണക്കാരനെന്നോ പണമില്ലാത്തവനെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കുവാനും പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിലമതിക്കത്തക്ക കാര്യം. ഒരു മനുഷ്യ ജീവിതം ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന 3 പദങ്ങളിലാണ്: ബർത്ത്, ഡെത്ത് ആൻഡ് മെമ്മറീസ്. ദാറ്റ് ഇസ് വാട്ട് ഹ്യൂമൻ ലൈഫ്. ജനനം, മരണം, അതിന്റെ ഇടവേളയിൽ അവശേഷിപ്പിക്കുന്ന സുന്ദരമായ സ്മരണകൾ. പ്രിയപ്പെട്ട എം ജോണച്ചന്റെ സ്മരണകളാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റവും ധന്യമായി സഫലമാക്കി തീർക്കുന്നത്. സുഹൃത്തച്ഛൻ എന്ന പേരിൽ എല്ലാവരും അറിയപ്പെട്ടിരുന്നത്. തരത്തിൽ ആദ്യം പരിചയപ്പെടുന്ന പട്ടക്കാരിൽ ഒരാളാണ് പ്രിയപ്പെട്ട എം ജോണച്ചൻ. ഞങ്ങൾക്കൊക്കെ അന്ന് വളരെ സ്നേഹവും വളരെ കരുതലും വളരെ ഒരു നല്ല പുഞ്ചിരിയോടുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട എം
അച്ഛൻ വലിയ പട്ടണ ഇടവകളിലൊന്നും സജീവ സേവന കാലത്ത് ചെറുവഴിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട ടെക്നിക്കൽ ഡിസ്കണക്റ്റഡ് ആയി. മറ്റേ അടുത്ത നാട്ടിൽ നിന്നുള്ള കണക്ഷന് we regret for the inconvenience because of the loss of internet connection. So now let's all join together and sing this song, Nearer My God to Thee. God.
Thank you, Christos Marthoma Choir, for the song. I request KJ Joseph Achan to continue with the condolence message. കേൾക്കുന്നില്ല. അയ്യോബിനെ പോലെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹിമപ്പെടട്ടെ. ദുഃഖത്തിലിരിക്കുന്ന കൊച്ചമ്മയും മക്കളെയും കുടുംബാംഗങ്ങളെയും സർവശക്തനായ ദൈവം ദിവ്യമായ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പേരിൽ, അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ പേരിൽ, അഭിവന്യരായ തിരുമേനിമാരുടെ പേരിൽ, ഈ സഭയിലെ മുഴുവൻ വൈദികരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും പേരിൽ, സഭാ കൗൺസിലിന്റെ പേരിൽ ഞങ്ങളുടെ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും തന്റെ സമാധാനത്താൽ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. Thank you, KJ Joseph Achan, for the words of condolence. Now I request Right Reverend Dr. Joachim Markulos Trimeni, the Archbishop of Kottayakara Pungalur Diocese, where Reverend M. John Achan's mother parish is. Avanya Dr. Joachim Markulos Trimeni is made the Anshojan Parayuvanayata. Gillett Sinos Sirveni, സഭാ സെക്രട്ടറി അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ അച്ഛൻ്റെ വേർപാട് ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, നമുക്ക് ഏവർക്കും എല്ലാവരുടെയും സ്നേഹിതനായ ബഹുമാനപ്പെട്ട അച്ഛൻ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്നു. കർത്താവിൽ മൃതരായവർ ഭാഗ്യവാന്മാരാണ്. കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല, മരിച്ചാലും ജീവിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് എല്ലാവർക്കും ദുഃഖകരമാണ്. എന്നാൽ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഏറെ ആശ്വാസവും പ്രത്യാശയും ധൈര്യവും നൽകുന്നു. കാരണം മരണ ജീവിതത്തിന്റെ അവസാനമല്ല, പുതിയ ജീവനിലേക്കുള്ള തുറക്കം മാത്രമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ മരണത്തിലൂടെ പുതിയ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ജോണച്ചൻ എല്ലാവരുടെയും സുഹൃത്താണ്. അദ്ദേഹം പുനലൂർ വിളക്കുവട്ടം ഇടവയിലാണ് ജീവിച്ചത്. വിവാഹശേഷം കൊട്ടാരക്കര പട്ടമല ഇടവകയിൽ അംഗമായി. അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ഇടവുകളെല്ലാം തന്നെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്നത്. വളരെ ചുരുക്കം ഇടവുകൾ മാത്രമേ മറ്റിടങ്ങളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മരണം അറിഞ്ഞപ്പോൾ മലയാള മനോരമയിൽ വന്ന ന്യൂസ് ഇങ്ങനെയാണ്: കോവിഡ് കവർന്നു സുഹൃത്തച്ഛനെ. കോവിഡ് ഒരുക്കിയ ദുരന്തക്കയത്തിൽ സുഹൃത്തച്ഛൻ യാത്രയായി. റവറൻ ജോണിന്റെ വിയോഗത്തിൽ അപ്രതീക്ഷിത ഞെട്ടലിലാണ് ജന്മനാട്. സുഹൃത്തച്ഛൻ അതായിരുന്നു നാട്ടിലെ ഓമനപ്പേര്. സുഹൃത്ത് എന്നായിരുന്നു എല്ലാവരോടും അച്ഛന്റെ സ്നേഹ സംബോധന. കുട്ടിയായാലും വയോധികനായാലും എല്ലാവരും റവറൻ ജോണിന് സുഹൃത്തുക്കളാണ്. ഇതോടെ നാട്ടുകാരുടെ സുഹൃത്തച്ഛനായി അദ്ദേഹം മാറി. സ്നേഹം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ ദേശത്തിന്റെ മുഴുവൻ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഭാഗമായിരുന്നു സുഹൃത്തച്ഛൻ. ഇത് എല്ലാവിധത്തിലും എല്ലാ അർത്ഥത്തിലും സത്യമാണ്. ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത് മെത്രാനായതിനു ശേഷം മാത്രമാണ്.
അന്നു മുതൽ ആരംഭിച്ച ആ ബന്ധം അവസാന നാൾ വരെയും തുടരുവാൻ തക്കൊന്നിടയായി. നാട്ടിൽ വെച്ച് അച്ഛനെ അടുത്ത് പരിചയപ്പെടുന്നതിനുള്ള അവസരം ലഭിച്ചിരുന്നു. അമേരിക്കയിൽ താമസം തുടങ്ങിയപ്പോൾ ഭവനത്തിൽ പോയി അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനും സ്നേഹം പങ്കിടുന്നതിനുമൊക്കെ അവസരം ലഭിച്ചത് ഈ അവസരത്തിൽ സന്തോഷത്തോടും നന്ദിയോടും കൂടെ സ്മരിക്കുകയാണ്. എപ്പോഴും പുഞ്ചിരിയോടുകൂടെ എല്ലാവരെയും കാണുന്നതിനും ഇടപെടുന്നതിനും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ സന്മനസ് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ആഴത്തിലുള്ള ദൈവ വിശ്വാസവും സമഭാവനയോടുകൂടി എല്ലാവരെയും കാണുവാനുള്ള അദ്ദേഹത്തിന്റെ സന്മനസ്സുമൊക്കെ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സുഹൃത്ത് വലയം അദ്ദേഹത്തിനുണ്ട്. വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മനോരമയിൽ വീണ്ടും എഴുതി, ഫോണിലൂടെ പതിവായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ബന്ധപ്പെട്ടു. 4.5 വർഷം മുൻപ് നാട്ടിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗ വാർത്ത നാട് ഏറെ ദുഃഖത്തോടു കൂടിയാണ് ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ വളരെ സജീവമായി ബുദ്ധരാഷ്ട്ര പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഭവനം എപ്പോഴും സഭയോടും അതിനുപരി സഭാനാഥനോടുമുള്ള വലിയ ബന്ധത്തിലാണ് എന്നുള്ളത് പ്രത്യേക പ്രസ്താവ്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട അന്നമ്മ കൊച്ചുമയോടും മക്കളോടുമുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഏത് പ്രായത്തിലായാലും നമ്മിൽ നിന്ന് വേർപെടുന്ന ദുഃഖകരമാണ്. എന്നാൽ തമ്പുരാന്റെ വലിയ വാഗ്ദാനം ഓർക്കുമ്പോൾ നമുക്കേറെ ആശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും അറിയുണ്ട്. എൻ്റെ ശുശ്രൂഷകൻ ഞാൻ ഇരിക്കുമെന്നുള്ള തമ്പുരാൻ തന്നിരിക്കുന്ന വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ട് വേദനയും ദുഃഖവും കണ്ണുനീരുമുള്ള ഈ ലോകത്തിൽ നിന്ന് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് മരണം മൂലം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ മാറ്റപ്പെട്ടിരിക്കുന്നു. താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ കൺകുളിർക്കെ കണ്ട് മാലാഖമാരോടൊപ്പം പ്രിയ അച്ഛൻ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുന്ന വിശ്വാസ കണ്ണുകളാൽ കാണുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് പ്രിയ അച്ഛനോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും അല്ലാതെ വേറൊന്നിനും സാധിക്കുകയില്ലല്ലോ. അതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ വാഗ്ദാനം. ആ വലിയ ഉറപ്പ് നമുക്കുണ്ടാകുമ്പോൾ സകലബുദ്ധിയെങ്കിലും ദൈവസമാധാനത്താൽ നിറയപ്പെടുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്റെ കർത്താവെ നീ തന്നു, നീ എടുത്തു, നിലതാ മഹത്വപ്പെടട്ടെ എന്ന സ്തുതിസ്തോത്രങ്ങളോടെ പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരത്തെ ലോകത്തിൽ യാത്രയക്കാൻ തക്കവൻ സാധ്യമായിട്ട് തീരും. പ്രിയ കൊച്ചമ്മയ്ക്കും മക്കൾക്കും ഈ വലിയ സമാധാനം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊട്ടാരക്കുര പുനലൂർ ഭദ്രാസനത്തിന്റെയും പ്രത്യേകാൽ കുളക്കുവട്ടം ഇടവയുടെയും വട്ടമല ഇടവയുടെയും അനുശോചനം ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. സകലബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Kuba Sirmeni, for the words of condolence. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഒന്നുമില്ലായ്കയിൽ നിന്ന് തന്നെ എന്ന ഗീതം പാടാം.
നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഈ ലോകത്തിൽ വന്നേശു എന്നെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നിജമാരണവും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീജപാപിയനിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്ന സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. കൺക്ലൂഡിംഗ് റിമാർക്സിനായിട്ട് അങ്ങനെ ഡോക്ടർ ഐസക് മാർ ഫ്ലെക്സിനോസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട എം ജോൺ അച്ഛൻ്റെ ധന്യ ജീവിതത്തെ ഓർക്കുവാൻ നമുക്ക് ഈ ഒരു അവസരം ദൈവം പ്രദാനം ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം കരയറ്റാം. ഞാൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നതായ അച്ഛന്റെ യാത്രയയപ്പ് പരിമിതമായ സാഹചര്യങ്ങളിൽ ഏറ്റവും ഉചിതമായ രീതിയിൽ നിർവഹിക്കാനുള്ള ക്രമീകരണമാണല്ലോ നാം ചെയ്തിരിക്കുന്നത്. ഇന്നലെ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. അനേകര് പല രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയില് പങ്കുചേർന്നു. പ്രത്യേകമായി കുർബാനയുടെ സാന്നിധ്യവും സഭാ സെക്രട്ടറി ജോസഫ് അച്ഛൻ്റെ വാക്കുകളുമൊക്കെ ആശ്വാസവും ധൈര്യവും പകരുന്ന അനുഭവമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ വേദനയുണ്ട്, ദുഃഖമുണ്ട്. എന്നാൽ ആശ്വസിപ്പിക്കുന്നതായ ദൈവം എല്ലായ്പ്പോഴും കൂടെയുണ്ട്. ആ ഒരു പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ദുഃഖാർത്തനായിരിക്കുന്നതായ എൻ്റെ കൊച്ചമ്മയും മറ്റ് പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനത്താൽ നിലനിർത്തുകയും ചെയ്യട്ടെ. നാളെ വൈകിട്ട് 5 മണിക്ക് ഫിലദൽഫിയ നമ്മുടെ ലാംപ് ഫ്യൂണറൽ സെന്ററിൽ വെച്ച് 3ഉം 4ഉം ഭാഗം ശുശ്രൂഷ നിർവഹിക്കുന്നത് അത്രേ. 2-3 ശുശ്രൂഷ
ഭാഗ ശുശ്രൂഷ ഉപയോഗിക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ക്രിസ്തുമസ് മാർത്തോമാ പള്ളിയിൽ വെച്ച് 4-ാം ഭാഗ ശുശ്രൂഷ നിർവഹിക്കുന്നത്രേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകളിലൊക്കെ ആത്മാർത്ഥമായി പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുത്തെ ദിവ്യമായിട്ടുള്ളതായ കരങ്ങളിൽ അവിടുന്ന് കാക്കുന്നു, പരിപാലിക്കുന്നു, ശക്തീകരിക്കുന്നു. ജീവിതം അവിടുത്തെ ദാനമാകുന്നു. ജീവിപ്പാൻ അനുഭവിക്കുന്നത് അവിടുത്തെ കൃപയാകുന്നു. ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്നോട് അനുഗ്രഹകരമായി ജീവിപ്പാൻ ഇടയാക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഈ ആയുസ്സിൽ നിന്ന് വിട്ട് നിത്യ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതായ ഏവരും ഞങ്ങളുടെ ശുശ്രൂഷ പൂർത്തീകരിച്ച് ദൈവിക പദ്ധതി അനുസരിച്ച് ദൈവസന്നിധിയിൽ ചേർന്നു എന്നുള്ളതായ ബോധം ഇവിടെല്ലാം ഇപ്പോൾ നൽകുന്നതിനായി സ്തോത്രം. സ്നേഹമുള്ള ജോണച്ചന്റെ ധന്യജീവിതത്തെ ഓർത്ത് സ്തോത്രം കരയിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ അനേകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ഇടവകളില് വേദനയുടെയും പ്രയാസത്തിൻ്റെയും അവസ്ഥയൊക്കെ സൃഷ്ടിച്ചതായ സാഹചര്യം, അവിടെയെല്ലാം ദൈവിക കൃപ അനുഭവിച്ച് സമാധാനവും ശാന്തി അനുഭവിപ്പാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കിയ മുഖാന്തരങ്ങൾക്കായും സ്തോത്രം. നാം നടത്തുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമെന്ന് ഓർത്ത് കർത്താവുമായിട്ടുള്ള ബന്ധം ജീവിപ്പാൻ ഏവരെയും സഹായിക്കണമേ. ഹേ മരണവേദന ജയം ഇവിടെ, ഹേ മരണവേദന വിഷമുള്ള ഇവിടെ. മരണത്തെ ജയിച്ചവനായ യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു എന്ന് പറയുവാൻ കർത്താവിന് സാക്ഷികളായി അനുഗ്രഹ ജീവിതം നയിപ്പാൻ ഏവരെയും സഹായിക്കണമേ. അതേ ഈ ശുശ്രൂഷയില് പല സ്ഥലങ്ങളിൽ നിന്ന് പങ്കുചേർന്ന എൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ശാരീരിക അസ്വസ്ഥ അനുഭവിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. എല്ലാ ജീവിത സാഹചര്യങ്ങളും കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളതായ ഉറപ്പും ധൈര്യവും അവിടെ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമേ. തുടർന്ന് നടക്കുന്ന സംസ്കാര ശുശ്രൂഷയൊക്കെ അവിടുന്ന് സാക്ഷ്യത്തിന്റെ അനുഭവമാക്കി രൂപാന്തരപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രരക്ഷിതാവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും കാക്കട്ടെ. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദം എല്ലാവരുടെ പേരും നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളോടുകൂടിയും അച്ഛന്റെ വേർപാട് ദുഃഖിക്കുന്നതായ എല്ലാവരോടും കൂടിയും ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഈ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ചതിന് ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. Okay.